യഥാർത്ഥത്തിലുള്ള ഒരു കഥയെ സിനിമാറ്റിക് ആക്കി മാറ്റുമ്പോൾ പലപ്പോഴും സംഭവിക്കുന്ന ഒരു പ്രശ്നമാണ് പ്രേക്ഷകരുമായിട്ട് അതിന് കണക്ഷൻ കിട്ടുന്നില്ല എന്നത്. മലയാളത്തിന് തുടരെ മികച്ച സിനിമകൾ സമ്മാനിച്ചുകൊണ്ട് കുറെ വർഷങ്ങളുടെ ക്ഷീണം തീർത്തുകൊണ്ട് ബോക്സ് ഓഫീസിൽ വമ്പൻ വിജയങ്ങളും അതുവഴി കുറേയേറെ മികച്ച സിനിമകളും നൽകി പ്രേക്ഷകരെ സംതൃപ്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് 2024 എന്ന വർഷം. അന്വേഷിപ്പിൻ കണ്ടെത്തും, പ്രേമലു, ഭ്രമയുഗം പോലെയുള്ള ക്വാളിറ്റി സിനിമകൾ ഏറ്റവും ഒടുവിലത്തെ ആഴ്ച മലയാളത്തിന് ലഭിച്ചെങ്കിൽ ഇപ്പോഴിതാ ആ ഒരു ലിസ്റ്റിലേക്ക് ഈ മാസം തീരുന്നതിന് മുൻപ് തന്നെ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഏറ്റവും മികച്ച ഒരു ചിത്രം കൂടിയാണ് മഞ്ഞുമൽ ബോയ്സ്. ദൈവം എന്നൊക്കെ പറഞ്ഞാ ഈ മോളിനൊക്കെ വിളിച്ചില്ലേ. മലയാളത്തിന് വളരെ റയറായി കിട്ടുന്ന ഒന്നാണ് സർവൈവൽ ത്രില്ലർ എന്നത്. വിരലിൽ എണ്ണാവുന്ന സർവൈവൽ ത്രില്ലറുകൾ മാത്രമാണ് മോളിവുഡിനുള്ളത്. അതിൽ തന്നെ മാളൂട്ടി, ഹെലൻ പോലെയുള്ള 2-3 ചിത്രങ്ങൾ മാത്രമാണ് മികച്ചത് എന്ന് എടുത്തു പറയാവുന്നത്. സർവൈവൽ ത്രില്ലറുകളുടെ ഒരു മൈൽ സ്റ്റോൺ അല്ലെങ്കിൽ ഒരു ബെഞ്ച് മാർക്കായിട്ട് ഇനി ധൈര്യപൂർവ്വം നമുക്ക് പറയാൻ സാധിക്കുന്ന ഒരു പേര് കൂടിയാണ് മഞ്ഞുമൽ ബോയ്സ്. ശ്രീനാഥ് ഭാസി, സൗബിൻ സാഹിർ, ദീപക് പരമ്പോൾ, ജീൻ ബോൾലാൽ, അഭിരാം, ബാലു വർഗീസ്, ചന്തു സരിൻകുമാർ, അരുൺ എന്നിങ്ങനെ ഒരു കൂട്ടം യുവ നടന്മാർ അവതരിപ്പിക്കുന്ന ഒരു കൂട്ടം സുഹൃത്തുക്കളുടെ ആഴത്തിലുള്ള സൗഹൃദത്തിന്റെ കഥ കൂടിയാണ് മഞ്ഞുമൽ ബോയ്സ്. എറണാകുളം മഞ്ഞുമലിൽ നിന്നും കൊടൈക്കനാലിലേക്ക് ഒരു ക്വാഡ്സിൽ ടൂർ പോകുന്ന 11 അംഗ സംഘത്തിന്റെ സൗഹൃദത്തിന്റെ കഥയാണ് മഞ്ഞുമൽ ബോയ്സ്. അവരവിടെ നേരിടുന്ന പ്രതിസന്ധിയും അതിൽ നിന്നുള്ള സാഹസികമായിട്ടുള്ള അവരുടെ രക്ഷപ്പെടലും ഒക്കെയാണ് ഇതിന്റെ ഇതിവൃത്തം. യഥാർത്ഥത്തിൽ എറണാകുളത്തെ മഞ്ഞുമലിലെ ഒരു കൂട്ടം യുവാക്കൾക്ക് നടന്ന ഒരു കഥയാണ് സിനിമയാക്കി മാറ്റിയിരിക്കുന്നത്. ഞാൻ ഇറങ്ങിയില്ലെങ്കിൽ എന്റെ കൂട്ടുകാരെ ഇറങ്ങുമായിരുന്നു, കാരണം എല്ലാവരും അതിന് തയ്യാറായിരുന്നു. പക്ഷെ എനിക്ക് ആ നിയോഗം വന്നത് ഞാൻ ചെയ്തത് റോള്. യഥാർത്ഥത്തിലുള്ള ഒരു കഥയെ സിനിമാറ്റിക് ആക്കി മാറ്റുമ്പോൾ പലപ്പോഴും സംഭവിക്കുന്ന ഒരു പ്രശ്നമാണ് പ്രേക്ഷകരുമായിട്ട് അതിന് കണക്ഷൻ കിട്ടുന്നില്ല എന്നത്. എന്നാൽ ഇവിടെ ചിദംബരം എന്ന സംവിധായകൻ ആ ഒരു കാര്യത്തിൽ പുലിയാണെന്നത് ജാനേമൻ എന്ന ഒരൊറ്റ ചിത്രം കൊണ്ട് തെളിയിച്ചതാണ്. തന്റെ ചിത്രത്തിലെ ഓരോ കഥാപാത്രങ്ങളുടെ ഇമോഷൻസിനൊപ്പവും പ്രേക്ഷകരെയും ചിദംബരം കൂട്ടിക്കൊണ്ടുപോകും. അവരുടെ ചിരിയിലും ആഘോഷത്തിലും പേടിയിലും കരച്ചിലും നമ്മളും ആഘോഷിക്കുകയും ചിരിക്കുകയും പേടിക്കുകയും കണ്ണ് നിറയ്ക്കുകയും ഒക്കെ ചെയ്യും. ചിത്രത്തിന്റെ തിരക്കഥ എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ കാസ്റ്റിംഗും. മഞ്ഞുമലിലെ സൗഹൃദ സംഘം ആരാണെന്ന് പ്രേക്ഷകന് വ്യക്തമാക്കി കൊടുക്കുന്ന ഒരു സ്പേസിനപ്പുറം അനാവശ്യമായിട്ടുള്ള ഒരു വലിച്ചു നീട്ടലുകൾക്കും അവസരം നൽകാതെ വളരെ പാക്ഡ് ആയിട്ടാണ് ചിത്രത്തിന്റെ തിരക്കഥ ചിദംബരം ഒരുക്കിയിരിക്കുന്നത്. അത് ചിത്രത്തിലെ സംഭവ വികാസങ്ങളുടെ ചടുലതയ്ക്കും അവതരണത്തിനും ഒക്കെ ഗുണം ചെയ്യുന്നുണ്ട്. ആദ്യ പകുതി മഞ്ഞുമൽ ബോയ്സ് ആരൊക്കെയാണെന്നും അവരുടെ ബോണ്ടും അവരുടെ ഒരു സൗഹൃദത്തിന്റെ റാപ്പോയും ജീവിതവും കൊടൈക്കനാലിലേക്കുള്ള അവരുടെ യാത്രയും ഒക്കെയാണ് കാണിക്കുന്നത്. വളരെ എൻഗേജിംഗ് ആയിട്ട് തന്നെയാണ് ആദ്യ പകുതി കൊണ്ടുപോകുന്നത്. പതിയെ ചിത്രം ഒരു പക്ക സീറ്റ് എഡ്ജിംഗ് സർവൈവൽ ത്രില്ലറിലേക്ക് വഴിമാറും. രണ്ടാം പകുതിയിൽ ചിത്രം ഒരു അല്പം ലാഗിങ് അടുപ്പിക്കുന്നുണ്ടെന്ന് ഒരു ഫീല് തോന്നുന്നുണ്ടെങ്കിലും രണ്ടാം പകുതിയിൽ നിരവധി ത്രില്ലിംഗ് ആയിട്ടുള്ള മൊമെന്റുകളും ഇമോഷൻസും പേടിപ്പിക്കുന്ന ഒരുപാട് സീക്വൻസുകളും ഒക്കെ കൊണ്ട് ക്വാളിറ്റി ആർന്ന ഒരു സർവൈവൽ ത്രില്ലറാക്കി മഞ്ഞുമൽ ബോയ്സിനെ ചിദംബരം മാറ്റുന്നു. അതുപോലെ തന്നെ ചിദംബരത്തിന്റെ സഹോദരൻ നടനും കൂടിയായിട്ടുള്ള ഗണപതിയാണ് ചിത്രത്തിലെ കാസ്റ്റിംഗ് നിർവഹിച്ചിരിക്കുന്നത്. വളരെ മികച്ച കാസ്റ്റിംഗ്. ഓരോ കഥാപാത്രങ്ങളും ആപ്റ്റ് ആയിട്ടാണ് അദ്ദേഹം തെരഞ്ഞെടുത്തിരിക്കുന്നത്. ചിത്രത്തിലെ ഓരോ വിഷ്വൽസും കഥാപാത്രങ്ങളുടെ എല്ലാം പെർഫോമൻസ്, പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടുന്ന 2 പേരുകളാണ് ശ്രീനാഥ് ഭാസി, സൗബിൻ സാഹിർ. സൗബിൻ സാഹിർ നിർമ്മാതാക്കളിൽ ഒരാൾ കൂടിയാണ്. പക്ഷേ സൗബിൻ സാഹിറിന്റെ കഥാപാത്രത്തിന്റെ ഒരു ഗെറ്റപ്പും അദ്ദേഹത്തിന്റെ പെർഫോമൻസും ശ്രീനാഥ് ഭാസിയുടെ പല മൊമെന്റിലുള്ള പെർഫോമൻസും ഒക്കെ ശരിക്കും ഞെട്ടിപ്പിച്ചു കളഞ്ഞു. അതുപോലെ തന്നെ എടുത്തു പറയേണ്ടുന്ന ഒരു പേരാണ് സുഷിൻ ശ്യാമിൻ്റെത്. സുഷിൻ ശ്യാം എന്നത് ഇപ്പോൾ ഒരു ബ്രാൻഡ് തന്നെയാണ്. അദ്ദേഹത്തിന്റെ ബിജിഎമ്മും സംഗീതത്തിന്റെ കാര്യമൊന്നും പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടുന്ന കാര്യമേ ഇല്ല. മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമ പ്രഖ്യാപിച്ച കാലം മുതൽ നമ്മൾ അതിന്റെ കൂടെ ചേർത്ത് വായിക്കുന്ന പേരാണ് സുഷിൻ ശ്യാം എന്നത്. ശരിക്കും പറഞ്ഞാൽ മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമയുടെ ആത്മാവിരിക്കുന്നത് സുഷിൻ ശ്യാമിന്റെ സംഗീതത്തിലും ചിദംബരത്തിന്റെ മേക്കിങ്ങിലും അജയൻ ചാലിശ്ശേരിയുടെ മനോഹരമായിട്ടുള്ള, അതായത് പെർഫെക്റ്റ് ആയിട്ടുള്ള ആർട്ട് ഡയറക്ഷനിലും ഷൈജു ഖാലിദിന്റെ മനോഹരമായിട്ടുള്ള സിനിമാറ്റോഗ്രാഫിയിലും ഒക്കെയാണെന്ന് സിനിമ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും. സിനിമ കാണുമ്പോൾ ഞാൻ ഈ പറഞ്ഞ ഓരോ പേരുകളും നിങ്ങൾ ഓർക്കും. അത്രയ്ക്കും കൃത്യമായിട്ടാണ് ഇവർ ഓരോരുത്തരും തങ്ങളുടെ ഡ്യൂട്ടി നിർവഹിച്ചിരിക്കുന്നത്. ജാനേമൻ എന്ന കോമഡി ഡ്രാമയിൽ നിന്നും തീർത്തും വ്യത്യസ്തമായിട്ടുള്ള ഒരു പ്രമേയത്തിലേക്ക് എത്തുമ്പോൾ എഴുത്തിലും അവതരണത്തിലും സംവിധായകൻ ചിദംബരം മഞ്ഞുമൽ ബോയ്സിൽ നടത്തുന്ന കൈയടക്കം ഗംഭീരമെന്ന് വിശേഷിപ്പിക്കാൻ കഴിയും. മലയാളത്തിന് ലക്ഷണമൊത്ത ഒരു അതിജീവന കഥ കൂടി മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമയിലൂടെ നമുക്ക് ലഭിക്കുകയാണ്. അതോടൊപ്പം വളരെ മികച്ച ഒരു വിഷ്വൽ ട്രീറ്റ് കൂടിയാണ് സിനിമ നമുക്ക് നൽകുന്നത്. അതുകൊണ്ട് തന്നെ തിയേറ്ററിൽ തന്നെ കണ്ടാസ്വദിക്കാൻ നിങ്ങൾ ശ്രമിക്കുക. കാരണം OTT-യിൽ വരുമ്പോൾ നമ്മൾ മൊബൈലിലോ അല്ലെങ്കിൽ
ടെലിവിഷൻ സ്ക്രീനിലോ കാണുന്നതിനേക്കാൾ വളരെ മികച്ച കുറേയേറെ ഫീൽസ് അല്ലെങ്കിൽ കുറേയേറെ കാര്യങ്ങൾ നമുക്ക് ആ ഒരു വലിയ സ്ക്രീനിൽ തിയേറ്ററിൽ ഇരുന്ന് ആസ്വദിക്കുമ്പോൾ നമുക്ക് കിട്ടും. കാരണം ആ ഗുണ കേവ് എന്ന ആ ഒരു കേവിന്റെ വൈൽഡ് ആയിട്ടുള്ള ഒരു സൗന്ദര്യവും ഭയാനകമായിട്ടുള്ള ഒരു പ്രതീതിയും ഒക്കെ തിയേറ്ററിന്റെ ആ ഒരു ഇരുട്ടിലിരുന്ന് സുഷിൻ ശ്യാമിന്റെ സംഗീതത്തിലിരുന്ന് കണ്ടാസ്വദിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫീല് അത് മറ്റൊരു പ്ലാറ്റ്ഫോമിലും നമുക്ക് കിട്ടില്ല. അതുകൊണ്ട് തന്നെ കണ്ടാസ്വദിക്കുക. മഞ്ഞുമൽ ബോയ്സ് നിങ്ങളുടെ തൊട്ടടുത്ത തിയേറ്ററുകളിൽ പ്രദർശനം തുടരുന്നു. കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കും മറ്റ് വാർത്തകൾക്കുമായി ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ മൂവി ടാസിൽസ്.